ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ആക്ച്വലി കുറേ ആയി ഇവിടെ ബർദുബായുള്ള അമ്പലത്തിലേക്ക് പോയിട്ട്. അതിനിടയ്ക്ക് നമ്മൾ അബുദാബി അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോവുകയാണ്. സൺഡേ ആയതുകൊണ്ട് ട്രാഫിക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. പുറത്തുള്ള കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഒരു ഹായ് പറയോ? ഹായ്. പല്ല് പെട്ടെന്നാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇന്നിതാ മൂന്നാളും മൂന്ന് വൈബിലാണ് കേട്ടോ. മേഹു ആണെങ്കിൽ എന്തൊക്കെയോ സ്റ്റോറീസ് പറയുന്നുണ്ട്. ഒരാളാണെങ്കിൽ ഫുൾ ഓൺ ഫോക്കസ് ഡ്രൈവിലാണ്. ഞാനാണെങ്കിൽ പുറത്തുള്ള വ്യൂസൊക്കെ എൻജോയ് ചെയ്ത് ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്ന് നോക്കിക്കേ, ഒരേ ജേണി ബട്ട് ഓരോരുത്തരും ഡിഫറെൻറ്റ് വൈബിലല്ലേ. അങ്ങനെ ഞങ്ങൾ ദുബായിലെത്തിയപ്പോൾ പാർക്കിംഗ് സ്പേസ് നോക്കിയിട്ട് ഒരു ഹാഫ് ആൻ അവർ പോയിട്ടുണ്ടായിരുന്നു. സിറ്റി സെൻറ്ററിൻ്റെ പാർക്കിംഗ് ലാസ്റ്റ് കിട്ടി. അതും കഴിഞ്ഞ് അവിടെ നിന്നൊരു ടാക്സി വിളിച്ചിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. വാ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ നടയിലെത്തിയപ്പോഴേക്കും തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പൂജ നടക്കുന്നതിൻ്റെ ആ ഒരു ഓറ ഉണ്ടല്ലോ, അത് ആ ഏരിയ മൊത്തം സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നേ. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്നൊരു സ്പെഷ്യൽ പൂജയായിരുന്നു. കുറേ സമയം നമുക്കിന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരു ബ്ലെസ്ഡ് ഫീലിംഗ് ആയിരുന്നു ഇന്ന് ആഫ്റ്റർ പ്രെയർ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നാട് മിസ് ചെയ്യാൻ തുടങ്ങി. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു കുപ്പിവളേൻ്റെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടാൽ നമ്മൾ കയറി പോകുമല്ലോ. പിന്നെ ഞാനിതാ കൃഷ്ണനെ നോക്കി. കൃഷ്ണനെ ഞങ്ങൾ ആക്ച്വലി കുറേ ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നു, എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ കയ്യിലുള്ള കൃഷ്ണനുണ്ടല്ലോ, അതിൻ്റെ ഫേസ് നോക്കുമ്പോൾ തന്നെ എന്തൊരു ഡിവൈൻ ഫീച്ചേഴ്സുള്ള കൃഷ്ണനാണെന്നോ. അങ്ങനെ നമ്മൾ അതിനെ വാങ്ങിച്ചു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മടങ്ങി അവിടുന്ന്. അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഉൾവിളി വന്നത്. നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ അവിടെയൊക്കെ നോക്കി പിന്നെ പറഞ്ഞു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. സൽക്കാര റെസ്റ്റോറൻറ്റിലായിരുന്നു പോയത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലുലു ഉണ്ടല്ലോ, അവിടെ കയറി ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി. ഒന്നും പറയണ്ട, ഡ്രസ്സ് മാറിയപ്പോൾ എന്തൊരു ആശ്വാസമായിരുന്നോ. അങ്ങനെ പിന്നെ നമ്മൾ ലുലു സെക്കൻഡ് ഫ്ലോറൊക്കെ കണ്ടു. അതിന് ശേഷം നമ്മളിതാ താഴെ പോയി അവിടെ നിന്ന് സൽക്കാര റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അയ്യോ, അവിടെ എത്തിയപ്പോൾ പിന്നെ പറയണ്ട, അവിടെ നല്ല തിരക്കായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. ഒന്നും പറയാനില്ല അവിടുത്തെ സ്റ്റാഫിനെ പറ്റിയിട്ട്. അത്രയും അവർ ടൈം മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ അവർ ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? മംസാർ ബീച്ചിലേക്ക്. ഫുഡൊക്കെ കഴിച്ച് ടയേർഡായി പോയി. അപ്പം നമ്മൾ ലുലുലൊക്കെ കറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ മംസാർ ബീച്ചിലേക്ക് പോകുന്നു. പോവാലോ. നമ്മൾ മംസാർ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. പിന്നെ ഞാനും മേഹും ആസ് യൂഷ്വൽ ഫോട്ടോസിനിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ ഇവിടെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ ഏരിയാസൊന്നും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ കാണാത്ത സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളങ്ങനെ പോയി നടന്നു. അപ്പോഴാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന കണ്ടത്. ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ വിചാരിച്ചത് വാറൊക്കെ നടക്കുന്നത് കൊണ്ട് ആരും അങ്ങനെ പുറത്തൊന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ അവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾ പാർക്കിലേക്ക് പോയിട്ടുണ്ട്. മേഹുന് അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്, അവിടെ കൊണ്ടുപോയി മേഹുവിനെ കുറച്ച് സ്വിങ്ങിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അവൻ പറ്റാത്ത എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവനോട് അതൊക്കെ ഒന്ന് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ പോയി ബീച്ചിലേക്ക് പോയിട്ടുണ്ട്. ബീച്ചിൽ അങ്ങനെ ഇറങ്ങാനൊന്നും നിന്നില്ല, കാരണം നമ്മൾ അതിന് വേണ്ട സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. വേറെ എക്സ്ട്രാ ഡ്രസ്സോ അങ്ങനെയൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ കുറച്ച് സമയം കൂടി അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. മേഹു ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവന് സ്വിം ചെയ്യണം, വെള്ളത്തിലിറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എക്സ്ട്രാ ഡ്രസ്സൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ ഇറങ്ങാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇതുവരെ വന്നിട്ടും കാണാത്തൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഫസ്റ്റ് ടൈമാണ് അവിടെ കണ്ടത്. ഇതിലൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പിന്നെ അവർ വീൽ ചെയർ പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫെസിലിറ്റി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു അത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അടുത്തുനിന്ന് എനിക്കൊരു വേപ്പിൻ്റെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വരുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ പറയാണ് തിരിച്ച് പോകുന്നതായിരിക്കും നല്ലത്, കാരണം നല്ല ഇരുടാവുന്നുണ്ട്. അങ്ങനെ മേഹുവിനെ കൺവിൻസ് ചെയ്തിട്ട് നമ്മൾ പോകാൻ നല്ല ഇരുടായി വരുന്നുണ്ട്. നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാം കേട്ടോ. മേഹു ഇതാ കളിക്കുന്നുണ്ട്, ഇവിടുന്ന് തിരിച്ച് റൂമിലേക്ക് പോകുന്ന. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.